അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. മന്ത്രിയായ രമേശ് ചെന്നിത്തല സാറാണ് ഇപ്പം ഇങ്ങനെയുള്ള ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നതിന്റെ നിയമം സാറാണ് എടുത്തിരിക്കുന്നത്. അതിവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ, പ്രത്യേകിച്ച് വാർത്തയൊന്നുമല്ല. സാറിന്റെ അടുത്ത് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, എന്നെയും ദിയാസനെയും ഫിറോസ് ഖാനെയും എന്തോ സംഭവമുണ്ട്, എനിക്ക് ഇനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ, ഈ പറഞ്ഞ റോഷ്നിയും ഞങ്ങൾ 4 പേരെയും സർ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് ഈശ്വര ഞാൻ ഇനി എവിടെ പോയി വിളിക്കും? എന്റെ നെഞ്ചത്താണ് വിളിക്കുന്നത്. ഞങ്ങൾ 4 പേരെയും ടെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ സാറിനോട് അപേക്ഷിക്കുകയാണ്. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? അപ്പൊ നീക്ക് എന്ത് പേടിയുണ്ടോ? എന്തോ മുഖത്തിനൊക്കെ ഭയങ്കര പേടി തോന്നിക്കുന്നല്ലോ. സാറിന് ടോയ്ലറ്റ് പോകാൻ പറ്റുന്നുണ്ടോ? ഫേസ് വല്ലാണ്ടിരിക്കണു. എടി, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. നിന്റെ കൂടെ ഉള്ള ആൾക്കാർ നിന്നെ പണിയാത്ത എന്താണെന്നറിയാവോ? കാരണം അവരും സെയിം തെറ്റ് ചെയ്യുന്നുണ്ട്. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ ഞാൻ കേൾക്കുന്നത്? അപ്പം തീർച്ചയായിട്ടും അവർ പേടിക്കും. കാരണം നിന്റെ പേരിൽ ഒരു അലിഗേഷൻ കൊണ്ട് അല്ലെങ്കിൽ ഒരു കേസ് കൊണ്ട് കൊടുക്കുമ്പം അവരും കൂടെ അല്ലേ പൊങ്ങുന്നത്. സമ്മതിക്കേണ്ടി വരുമോ ഇല്ലയോ? വരുമോ ഇല്ലയോ? അത് ശരി, അത് ശരിയാണല്ലേ? അല്ല, തെറ്റാണ്. അപ്പൊ എന്റെ മോളെ, നിനക്ക് മാത്രമല്ല ഫിറോസ് ഖാനും എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. പിന്നെ ഫിറോസ് ഖാനിന് ഓഫ് കോഴ്സ് അവരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് ഇനി എനിക്കറിയത്തില്ല. കാരണം ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളായിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഫിറോസ് ഖാൻ ഇത്രയും സപ്പോർട്ട് ചെയ്ത് അവൾ വന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു ലേഡി ആയതുകൊണ്ട് അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധം കാണും. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. തൻ്റെ മോനെ തനിക്ക് തരുന്നത് ഇനി തരുത്തില്ലടോ. കാരണം കുറച്ച് അലിഗേഷനും കൂടെ ഞാൻ തന്നെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാര് ലോകത്ത്? വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കയറി വന്ന് നട്ടാ കുരുക്കഥ നുണകൾ പറയല ഇവന്റെയൊക്കെ ഹോബി. അപ്പം എനിക്ക് പേടിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ താൻ ഒരു ആണും പെണ്ണും കെട്ടവനാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ 3 കോടി മേടിച്ച് സെറ്റിലായെന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ആ 3 കോടി മേടിച്ചതിന്റെ തെളിവ് കൊണ്ടുവരുന്നവർക്ക് 2 കോടി ഞാനും കൊടുക്കും. ഗുഡ് ഐഡിയ മുതലാളി. അപ്പൊ കാശോ നീ ഒറ്റ പൈസ ബാക്കി തരണ്ട, അതും ഫ്രീ. ഉറപ്പാ, എൻ്റെ മക്കള് സത്യം ഞാൻ ചലഞ്ച് ചെയ്യുന്നതും 2 കോടി ഞാൻ അവർക്കും കൊടുക്കും. നമ്മൾ എന്തിനാ 30 ലക്ഷം അവന് കൊടുക്കുന്നേ? ആ സ്ഥലം നമുക്ക് വാങ്ങിച്ചാ പോരെ? അപ്പൊ അവൻ തരാനുള്ള 3 ലക്ഷം നിന്റെ അപ്പം തരുമോ? ഇവിടെ ചെവിയിൽ ഇത്തിരി വെള്ളം പോയി നമ്മൾ എന്താ ചെയ്യാ? കുറച്ച് വെള്ളം കൂടി ഒഴിക്കും, അപ്പൊ എല്ലാം കൂടി പോവും. അങ്ങനെ മൊത്തം കാശും കളയുന്ന എന്തിനാ ചോദിച്ചേ? കോടി എൻ്റെ അക്കൗണ്ടിൽ കിട്ടി, ഞാൻ അതിൽ സൂഹിക്കാന്നല്ലേ പറഞ്ഞു. അതിനകത്ത് 2 കോടി ഈ തെളിവ് കൊണ്ടുവന്നവന്മാർക്ക് ഞാൻ 2 കോടി അങ്ങ് തരാം, പോരെ? ചേടാ അതല്ലടാ, കാശെറിഞ്ഞ് കാശുണ്ടാക്കണം. ഇപ്പൊ കൊടുക്കുന്ന 30 ലക്ഷവും പഴയ 3 ലക്ഷവും പിന്നെ ലാഭം കൂടി നമ്മൾ കൈക്കലാക്കും. എടാ, എന്റെ അപ്പൻ ആരാണെന്ന് അറിയാമോ? ആരാ? അതാലോചിച്ച് സമയം കളയാതെ നമുക്ക് ബിസിനസ് ഉറപ്പിക്കാം. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.